നമസ്കാരം. സ്കൂൾ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഞാൻ ഹാനിയ. കഴിഞ്ഞ വാരങ്ങളിലെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ്. സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് സർവീസ്, ടീൻസ് ക്ലബ്, JRC എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തിങ്ക് ബിഫോർ യു ക്ലിക്ക് എന്ന് പേരിട്ട ഈ ക്ലാസ് നയിച്ചത് മലപ്പുറം സൈബർ സെക്യൂരിറ്റി ട്രെയിനിംഗ് സ്പെഷ്യലിസ്റ്റായ ഷാഫി പന്തരാലയാണ്. വിജയബേരി സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് സർവീസ് ORC പദ്ധതിയുമായി സഹകരിച്ച് റനാസിയൽ എന്ന പേരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല നടത്തി. ORC റിസോഴ്സ് പേഴ്സൺസ് ആയ ജാഫർ, റബീന എന്നിവർ ക്ലാസുകൾ നയിച്ചു. വിജയബേരി പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനം ആരംഭിച്ചു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുസ്തകാസ്വാദന മത്സരത്തിൽ ഹാദിയ റഹ്മത്ത് ജില്ലാ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലീൻ സ്കൂൾ ഗ്രീൻ സ്കൂൾ എന്ന ആശയവുമായി നവംബർ 21-ന് സ്കൂളിൽ എക്കോ ആക്ഷൻ ഡേ ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ ക്യാമ്പയിന്റെ ഭാഗമായി അന്നേ ദിവസം മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ ക്യാമ്പസ് വൃത്തിയാക്കി. വണ്ടൂർ VMC സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം വയലിൻ മത്സരത്തിൽ നിവേദ്യ M, സംസ്കൃത കവിതാ രചനയിൽ നിബ SK എന്നിവർ A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം നേടി. UP വിഭാഗം മോണോ ആക്ടിൽ കൽമ കാജൽ A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനത്തിന് അർഹയായി. UP വിഭാഗം നാടകം കുറുക്കനും കോഴിയും A ഗ്രേഡോടുകൂടി 3ാം സ്ഥാനം നേടി. നാടകത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡാലിയ സ്പെഷ്യൽ ജൂറി പരാമർശം നേടി. മഹാരാഷ്ട്രയിൽ വെച്ച് നടക്കുന്ന ബേസ്ബോൾ മത്സരത്തിന് കേരള ടീമിലേക്ക് 10 നിവേദ്യ സുരേഷിന് സെലക്ഷൻ ലഭിച്ചു. പ്രതിവാര പുസ്തക വിചാരത്തിൽ കഴിഞ്ഞ ആഴ്ച ആദ്യ അനിൽ S. ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു അവതരിപ്പിച്ചു. ഏതൊരാൾക്കൂട്ടത്തിലും അദൃശ്യനായി പോകുന്ന സംസ എന്ന 13-കാരന്റെ കൊക്കൂണിലെ ഏകാന്ത ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഇതോടുകൂടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ഹാനിയ സൈനിങ് ഓഫ്. താങ്ക് യു.